വെൽക്കം ടു ഷാസ് കുട്ടി ലോകം. അപ്പോൾ നമുക്കൊരു പെയിൻറ്റിങ് ചെയ്താലോ? ഞാനേ ഈ പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടി വീഡിയോന് വേണ്ടിയിട്ടാണ് അത് സ്റ്റാൻഡൊക്കെ റെഡിയാക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ ബുക്കൊക്കെ റെഡിയാക്കി എല്ലാം കാണിച്ചു തരികയാണ്. പക്ഷേ ചില കാര്യങ്ങൾ ഞാൻ മിസ് ഔട്ട് ചെയ്തു. അപ്പോൾ ഞാൻ അത് കാണിക്കുകയാണ്. നമുക്ക് പെയിൻറ്റിങ്ങിന് വെള്ളം ആവശ്യമുണ്ട്. സോ പ്രിപ്പയർ എ ഗ്ലാസ് ഓർ എനി ട്രാൻസ്പെറൻറ്റ് വാട്ടർ ആൻഡ് ദെൻ യു നീഡ് സം ബ്രഷസ് കാണിക്കുകയാണ്. ആൻഡ് എന്താണ് അടുത്തത് കാണിക്കണേ? ഞാൻ ഒരു കാര്യം മിസ്സായി. അപ്പോൾ ഞാനത് മനസ്സിലാക്കിയില്ല. ഏറ്റവും മെയിൻ കാര്യം പെയിൻറ്റ്സ് ആണ്. അത് മറന്നുപോയി. അപ്പം ഞാനൊന്ന് വരാം. അതുവരെ നമ്മളൊന്ന് സെറ്റപ്പ് ഒന്ന് ശ്രദ്ധിക്കാം. ഞാൻ സെറ്റ് ചെയ്യണത് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ടൂൾസാണ് ഞാൻ യൂസ് ചെയ്യണത്. പാലറ്റ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നമുക്ക് ആദ്യം നമ്മൾ ഇതിന് വേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു ബുക്കാണ്. ആസ് യൂഷ്വൽ പെയിൻറ്റ്സ് ഞാൻ കൊണ്ടുവന്നു. കണ്ടോ, പെയിൻറ്റ്സ് ഞാൻ കൊണ്ടുവന്നു. ആൻഡ് ഐ സ്റ്റാർട്ടഡ് ടു പെയിൻറ്റ്. ഞാൻ ബേസ് കളറാണ് എടുത്തത്. ഒരു നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു മിസ്റ്റിക് ഫോറസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ, ജംഗിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇതിന്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം നമ്മൾ മിക്സ് ചെയ്യേണ്ട കളേഴ്സ് സ്കൈ കളേഴ്സാണ്. സോ അത് ആദ്യം നമ്മൾ ബേസ് കളറ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാം. ഫുൾ അടിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ ചിലർ ഫുൾ അടിക്കില്ല. ചിലർ ദേ ടേക്ക് ഓൺലി ജസ്റ്റ് ദി വൺ കളർ ആൻഡ് ദെൻ പിന്നെ ആഡ് ഓൺ ചെയ്യുകയാണ് പതിവ്. എനിക്കെപ്പോഴും ഇഷ്ടം ആദ്യം നമ്മൾക്ക് ഒരു ബേസ് കളറ് ഇട്ടാൽ ദെൻ ദ പെയിൻറ്റ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് വിൽ ബി വെരി വൈബ്രൻറ്റ്. അതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. പിന്നെ എൻ്റെ മുത്തശ്ശൻ ഒരു ആർട്ടിസ്റ്റാണ്. സോ ആർട്ടിസ്റ്റ് he used to do is he used to paint brown color below all the paintings. ആൻഡ് അത് ശരിക്കും പറയാൻ വെച്ചാൽ ഒരു ഡിഫറെൻറ്റ് രീതി കിട്ടും. ആ ഒരു വോട്ടെവർ പോർട്രേറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ വോട്ടെവർ ഇറ്റ് ഈസ്, പലതരത്തിലും ബേസ് ആൾക്കാർ ചെയ്യും. അപ്പം ഞാനിതിങ്ങനെ സ്കൈ കളേഴ്സാണ് ഞാൻ യൂസ് ചെയ്തത്. ആൻഡ് ടുവേർഡ്സ് ദി എൻഡ് ഞാനത് ഫുൾ ബ്ലെൻഡ് ചെയ്തെടുത്തു. എന്ന് വെച്ചാൽ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഫുള്ള് ഇപ്പം അവിടെ ഇവിടെയും പാച്ചസ് ഉണ്ടെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ്. അതാണ് ഫസ്റ്റ് തിങ്. ഞാൻ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, ഓക്കെ പാച്ചസ് വരുന്നുണ്ടല്ലോ, അപ്പോൾ അത് എങ്ങനെയാണ് നമുക്കതിനെ റെക്ടിഫൈ ചെയ്യാന്നുള്ളത്. ആക്ച്വലി വെൻ യു ഡൂയിങ് സ്കൈ ഈസ് ഓൾവേസ് ഹാവ് മിക്സഡ് കളേഴ്സ്. ഇറ്റ്സ് നോട്ട് ഓൾവേസ് ദ പ്ലെയിൻ ആയിട്ടിരിക്കുകയല്ല. സോ ഐ തിങ്ക് ആ ഒരു ഇഫക്റ്റ് ശരിക്കും പറയാൻ വെച്ചാൽ നമ്മൾ ചെയ്തു വരുമ്പോൾ ഒരു ഇഫക്റ്റ് വരുമല്ലോ, അത് നല്ലതാണ്. ജസ്റ്റ് കീപ്പ് ഇറ്റ് ലൈക്ക് ദാറ്റ്. ആൻഡ് ദെൻ ഐ സ്റ്റാർട്ടഡ് ടു ആഡ് ഗ്രീൻ കളർ എടുത്തിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങി. അത് ശരിക്കും പറയാൻ വെച്ചാൽ ഇതൊരു ആംഗിൾ, മുകളിലേക്ക് നോക്കുന്ന ഒരു ആംഗിളാണെങ്കിൽ എങ്ങനെയിരിക്കും, മരം നമ്മൾ താഴെ നിന്നിട്ട് മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ആ വ്യൂ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വരയ്ക്കാൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ട്രീസൊക്കെ മുകളിലിങ്ങനെ കാണുമല്ലോ, നമ്മൾ അതിൻ്റെ ഷെയ്ഡ് കാണും, പലതരത്തിലുള്ള ഷെയ്ഡ് കാണും. ആൻഡ് വെൻ യു ആർ ലുക്കിംഗ് അപ്പ് ഓൾസോ, if you have observed, the down part is always dark. സോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആൻഡ് ദിസ് ഇസ് ലൈക്ക് ഇപ്പോൾ രണ്ട് ട്രീസ് ഫോളോ അപ്പ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് സൈഡിൽ നിന്ന് ആദ്യം ഞാൻ ട്രീസ് മുകളിലേക്കുള്ളത് വരയ്ക്കുകയാണ്. ആൻഡ് ദർ ഇസ് എൻ ആങ്കിൾ. ഇപ്പോൾ ഒരു ചെറിയ ആംഗിൾ പോലെ കാണിക്കണുണ്ട് ഇല്ലേ. അതങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ഡ്രോയിങ് എന്ന് വേണമെങ്കിൽ പറയാം, പെയിൻറ്റിംഗ് എന്ന് പറയാം ഇതിന്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു അച്ചീവ്, ബട്ട് ഇഫ് യു പ്രാക്ടീസ് മോർ ഐ തിങ്ക് യു വിൽ ഗെറ്റ് ദാറ്റ്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ, ഈ ട്രീ വരയ്ക്കുമ്പോൾ ബ്രാഞ്ചസ് വരയ്ക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ആ ഇഫക്റ്റ് കിട്ടണത്. ഇങ്ങനെ ഒരു ബ്രഷ്
തിരിച്ചിട്ടുള്ള കാര്യമാണ്. ഇത് ഞാൻ ചെയ്ത് പഠിച്ചതും പിന്നെ കുറച്ച് ഞാൻ കണ്ടിട്ട് ചെയ്തിട്ടും ഉള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യണു. പക്ഷേ ഇറ്റ് ഈസ് വെരി ഈസി ഇഫ് യു വോണ്ട് ടു എക്സെൽ ഇൻ ഡ്രോയിങ് ട്രീസ്. ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്താൽ മതി. വൈൽ യു ആർ ഗോയിങ് അലോങ് ദ വേ, ജസ്റ്റ് ടിൽറ്റഡ്. അപ്പം ഞാൻ ഫുള്ളായിട്ട് ഞാനിപ്പോൾ ഒരു ബേസൊക്കെ കൊടുത്ത് ട്രീസും ഒരു എന്താ പറയുക, ഒരു മാർക്ക് ചെയ്ത പോലെ ആ പെയിൻറ്റിങ്ങിനെ മാർക്ക് ചെയ്ത്. പക്ഷേ ദിസ് ഇസ് നോട്ട് ദ എൻഡ്. ഇതല്ല എൻഡ്. വി കീപ്പ് ഓൺ ആഡിങ് ഡീറ്റെയിൽസ് ടു ഇറ്റ്. വി കീപ്പ് ഓൺ ആഡിങ് കളേഴ്സ് ടു ഇറ്റ്. ഇപ്പോൾ ഗ്രീൻ തന്നെ പലതരത്തിലുള്ള ഗ്രീന് ആഡ് ചെയ്യാൻ നോക്കുകയാണ് ഞാൻ. അപ്പോൾ ഫൈനലി ഐ സ്റ്റാർട്ടഡ് ആഡിങ് ഗ്രീൻസ് ടു ഇറ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രീൻസ് വിച്ച് ഗിവ്സ് ദാറ്റ്. അപ്പോൾ ആ ബ്രൗൺ ഞാൻ പറഞ്ഞില്ലേ മുത്തശ്ശൻ്റെ ഒരു കാര്യം, ബ്രൗൺ കളറിൻ്റെ അടിയിൽ ബ്രൗൺ കളറാണെങ്കിൽ ആൻഡ് മുകളിൽ ഒരു കളർ വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ദെൻ I added many things. I started to add yellow. I started to even ആ ഒരു ബ്ലൂ കളറ് നിങ്ങൾക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു ഇടയ്ക്ക് ഭാഗത്തുള്ളൊരു പച്ചയുണ്ട്. ഇത് ശരിക്കും ഈ പച്ച എന്ന് പറയണത് നമ്മുടെ സ്കൈ ബ്ലൂവും പിന്നെ ഗ്രീനുണ്ട്, അതും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു കളറാണത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്കൈ റിലേറ്റഡ് ആയിട്ടുള്ള കളേഴ്സ് വെൻ സ്കൈയും ചെടിയും കൂടെ വരുമ്പോൾ ഒരു കളറുണ്ട്. ആ കളറാണ് ഈ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് എ വെരി ബിഗ് ഇഫക്റ്റ് ആക്ച്വലി വെൻ യു സ്റ്റാർട്ട് ഡൂയിങ് പെയിൻറ്റിങ്സ് ലൈക്ക് ദിസ്. ഡെപ്ത് ഉള്ള പെയിൻറ്റിങ്സ് ചെയ്യുമ്പോൾ നമ്മൾ പല കളറും നമ്മൾ ട്രൈ ഔട്ട് ചെയ്യും. Because to get that color, it's not always നേച്ചറിൻ്റെ കളേഴ്സ് എന്ന് പറയുന്നത്, it's very vibrant. So sometimes you have to go beyond mixing many colors, then only you'll get the real effect. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നമ്മൾ പറഞ്ഞ മാതിരി ബ്ലാക്സൊക്കെ ഇട്ടു. ആൻഡ് of course another one which I can see over here is the highlights that I did to the trees. ട്രീസിൻ്റെ ഹൈലൈറ്റ് ഞാൻ യെല്ലോ ആണ് യൂസ് ചെയ്തത്. സോ വെൻ സൺ ഇസ് സൺ റേസ് അടിക്കുമ്പോൾ യെല്ലോ ഇഫക്റ്റ് വരുന്ന രീതി ആണ് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ. ആൻഡ് ഓഫ് കോഴ്സ് യു ക്യാൻ സീ അനദർ ഡാർക്ക് ഗ്രീൻ ഡാർക്ക് കളേഴ്സ് ട്രീസിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ട്രീസിന് ഡാർക്ക് കളേഴ്സ് കൊടുക്കാൻ കാരണം ശരിക്കും ആ കളറ് നമ്മൾ കാണുമ്പോൾ ആക്ച്വലി ഇറ്റ് ലുക്സ് ലൈക്ക് ബ്ലാക്ക്, ബട്ട് ആക്ച്വലി ഇറ്റ്സ് നോട്ട് ബ്ലാക്ക്, ഇറ്റ്സ് പർപ്പിൾ. ഇറ്റ്സ് എ ഡാർക്ക് പർപ്പിൾ വിച്ച് ഇസ് പുട്ട് ഓൺ ദ ടോപ്പ് ഓഫ് ബ്രൗൺ. അപ്പോൾ ആ ബ്രൗണിൻ്റെ മുകളിലിടുമ്പോൾ പർപ്പിൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്യൂ. ഹൗ ഡസ് ഇറ്റ് ലുക്ക്? ഇറ്റ് ഗിവ്സ് ഒരു എന്താ പറയുക, ഒരു മിക്സ് ഓഫ് ഡാർക്ക് ബ്ലൂ ആൻഡ് ബ്ലാക്ക്. അപ്പോൾ അങ്ങനെ ഒരു ടെക്സ്ചർ എനിക്ക് കളർ കിട്ടി. സോ ഐ തോട്ട് ഐ ട്രൈ ഔട്ട് ദാറ്റ്. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. പിന്നെ ഞാൻ ഇതിൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും വരയ്ക്കുമ്പോൾ വി ഹാവ് ടു നോ വെയർ ദി ആംഗിൾ ഓഫ് ലൈറ്റ് ഇസ്. അപ്പോൾ ആ ലൈറ്റിംഗ് അനുസരിച്ചാണ് നമ്മൾ പെയിൻറ്റിങ് ചെയ്യണത്. ലൈറ്റിംഗ് എപ്പോഴും നടുക്കാണ് ലൈറ്റ് ആണെങ്കിൽ ചുറ്റുള്ളത് ഡാർക്കാവും. സോ ഇറ്റ് ഈസ് ലൈക്ക് ഏത് ആംഗിളിലാണ് സണ്ണ് പോണേ എന്നുള്ളതും ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഇമേജ് ഇട്ടത്. പിന്നെ ഒരു സൈഡ് ആംഗിളിൽ വെച്ച് ഫോട്ടോ ഞാൻ എടുത്തതാണ്. അപ്പോൾ ഐ തിങ്ക് ഈ ട്രീസിനൊക്കെ ശരിക്കും പറയാൻ വെച്ചാൽ ആ ഒരു പർപ്പിൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ പർപ്പിൾ ലൈറ്റിംഗ് കളറ് ചെയ്തപ്പോഴാണ് ശരിക്കും ആ ബ്രാഞ്ചസിൻ്റെ ആ ഒരു ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. സോ യു ക്യാൻ ട്രൈ ഔട്ട് മെനി തിങ്സ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ച് ഞാൻ എൻ്റെ വീഡിയോ ഞാൻ ചെയ്യണത് എങ്ങനെയാണ് എന്താണെന്നുള്ളത് കാണിച്ചു തരാം എന്ന് വിചാരിച്ചു. അതാണ് ഈ വീഡിയോ. ഇത് ടെറസിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യണത്. സോ മുകളിൽ മൊബൈൽ വെച്ചിട്ടുണ്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി, ടോപ്പ് വ്യൂ കിട്ടാൻ വേണ്ടി. പിന്നെ ഞാൻ പെയിൻറ്റിങ് ചില സമയത്ത് ചെയ്തത് ഞാൻ കാണിച്ചു തരാം എന്ന് വിചാരിച്ചു. അതാണ് ഇത്. സോ അങ്ങനെയാണ് ഇത് റെക്കോർഡ് ചെയ്യണതും. ടോപ്പ് ആംഗിളിൽ ഇങ്ങനെയാണ് വരിക. പിന്നെ ഞാൻ പറഞ്ഞു ഹൈലൈറ്റ്സിൻ്റെ കാര്യം. ഹൈലൈറ്റ് മാത്രമല്ല,
ഇഫ് യു ക്യാൻ വട്ടെവർ സീനറി നമ്മൾ വരയ്ക്കുമ്പോൾ ഓൾവേസ് സ്കൈ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദർ ആർ മെനി ടെക്സ്റ്റേഴ്സ് ടു ദ സ്കൈ വരയ്ക്കാൻ തുടങ്ങിയാൽ നമ്മൾ എൻഡ്ലെസ് ആണ്. യു ക്യാൻ ആഡ് ഓൺ കളേഴ്സ് ടു ഇറ്റ്. സോ ഐ സ്റ്റാർട്ടഡ് ആഡിങ് വൈറ്റ് കളർ ടു ഇറ്റ് ടു ഷോ ദറ്റ് സ്കൈ എത്ര വാസ്റ്റാണ്. അപ്പോൾ സ്കൈ വരയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിയത് ദാറ്റ് ദ കളർ വിച്ച് ഇസ് അണ്ടർനീത്ത് ദാറ്റ് ബ്ലൂ കളർ ഇസ് ഡിഫറെൻറ്റ് അല്ലേ. അതിങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് വന്നു. ആ മഞ്ഞയും കൂടെ വന്നപ്പോൾ സ്കൈ ശരിക്കും പറയാൻ വെച്ചാൽ നല്ലതായിട്ട് വന്നു. ആൻഡ് ദിസ് ഈസ് ദ ബെസ്റ്റ് പാർട്ട് ദാറ്റ് ഐ കുഡ് സേ ഫോർ എനി പെയിൻറ്റിങ്. എന്ത് സീനറി നിങ്ങൾ ചെയ്യോ, ഈ പിള്ളേരൊക്കെ ചെയ്യണ കണ്ടിട്ടില്ലേ, നമ്മുടെ ബേർഡ്സിനെ വരയ്ക്കണത്, ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള ഏതോ പെയിൻറ്റിങ്ങിന് നമ്മൾ ചെയ്യുമ്പോൾ ഈ ഒരു ബേർഡ്സിൻ്റെ ഒരു ചെറിയ 2-3 ഡോട്ട്സ് ഇട്ടാൽ മതി. ആ പെയിൻറ്റിങ് എങ്ങനെ അത് ലൈവായിട്ട് വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. സോ ഈച്ച് മൈന്യൂട്ട് തിങ് ഓഫ് എ പെയിൻറ്റിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഒരു ചെറിയ ഡോട്ട് ഇട്ടാൽ അതിനൊരു ഇഫക്റ്റ് ഉണ്ടോ എന്നുള്ളത്. പക്ഷെ ആക്ച്വലി അതാണ് ശരിക്കും അതിൻ്റെ ആ ഒരു ഭംഗി. നമ്മൾ ഇപ്പോൾ ഞാനിപ്പോൾ വൈറ്റ് അവിടെ ഇട്ട് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഐ നീഡ് ഡാർക്കർ അല്ല ഒരു ലൈറ്റർ ഗ്രീൻ ഗോയിങ് ഇൻസൈഡ് ഇറ്റ്. മേ ബി ഐ ക്യാൻ പുട്ട് അനദർ ടോപ്പ് ഓഫ് ഒരു മിക്സ് ചെയ്തിട്ട് എനിക്കത് ചെയ്യാം. പക്ഷെ എനിക്കത് ചെയ്യണം എന്നില്ല. സോ വാട്ട് ഡിഡ് ഐ ഡു ഇസ് ഐ പുട്ട് ദ വൈറ്റ് ഓവർ ദർ ആൻഡ് ഐ ആഡ് ഓൺ അനദർ കളർ വിച്ച് ഇസ് ഹൈലൈറ്റിങ്. ഇപ്പോൾ നമ്മൾ വൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ വൈറ്റ്നറൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യില്ലേ. സോ ദാറ്റ് ഈസ് ഓൾസോ അനദർ ടെക്നീക്ക് ദാറ്റ് വെൻ യു ആർ ഡൂയിങ് എ പെയിൻറ്റിങ്, ഇഫ് യു വോണ്ട് ടു റെക്ടിഫൈ എനി പെയിൻറ്റിങ്, you add on a white paint and then add the color, the preferred color that you want on top of it. ഇതൊരു ഭയങ്കര ടിപ്പാണ് എനിക്ക് തോന്നുന്നു. പലർക്കും അത് ചെയ്യാൻ താല്പര്യം തോന്നും ശരിക്കും പറയാൻ വെച്ചാൽ. പക്ഷെ അതിന് ഇഫക്റ്റും ഉണ്ട്. ഇപ്പോൾ ദേ ഞാൻ ആ വൈറ്റ് അങ്ങനെ ചെയ്തപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി. ഞാൻ ആ വൈറ്റ് നടുക്കിൽ കൊണ്ടുപോയിട്ടു. എന്നിട്ട് ഞാൻ അതിനെ ഒരു പുക പോലെ ലൈക്ക് എ മിസ്റ്റിക് പോലെ ഞാൻ ക്രിയേറ്റ് ചെയ്തു. സോ ആക്ച്വലി അത് ഞാൻ ശരിക്കും അത് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഇഫക്റ്റ് എനിക്ക് തോന്നി. ലൈക്ക് ദൂരെ നിന്ന് നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഇഫ് ദർ ഇസ് നത്തിങ് ഓവർ ദർ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ആൻഡ് ദെൻ ഐ സ്റ്റാർട്ടഡ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും ശരിക്കും പറയാൻ വെച്ചാൽ മരങ്ങൾ വരയ്ക്കുമ്പോൾ ആ മരത്തിൻ്റെ അടിയിലുള്ള ആ മഞ്ഞ ഡോട്ട്സ് ദാറ്റ് ഈസ് വെരി മച്ച് വെരി ബിഗ് പാർട്ട് ഓഫ് എനി യുനോ നമ്മൾ ഗ്രാസൊക്കെ വരയ്ക്കുമ്പോൾ മഞ്ഞ ഒന്ന് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്താൽ മതി. ആൻഡ് ദെൻ ഓഫ് കോഴ്സ് ഫൈനലായിട്ട് ഞാൻ എൻ്റെ പേരെഴുതി. നോർമലി ഐ ഡു ദാറ്റ്. എൻ്റെ പേരെഴുതും ആൻഡ് ദെൻ ദാറ്റ്സ് എ സൈൻ ദാറ്റ് ഐ ഓൾവേസ് ഡു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പെയിൻറ്റിങ് ചെയ്തത്. ഇറ്റ് ആക്ച്വലി ടുക്ക് മീ ലൈക്ക് ഐ തിങ്ക് I don't know 1.5 hours ആക്ച്വലി. മോർണിംഗിൽ ചെയ്തതാണ്. ഇന്ന് രാവിലെ ചെയ്ത ഒരു പെയിൻറ്റിംഗ് ആണിത്. ആൻഡ് ഇത് ശരിക്കും പറയാൻ വെച്ചാൽ ഒരു ജെല്ലി ടൈപ്പ് പെയിൻ്റാണ് ഇത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ജെല്ലി ടൈപ്പ് ഇഫക്റ്റും വരും. നമ്മൾ എന്തെങ്കിലും ഒരു ഡീപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം പെയിൻറ്റിങ്സ് എടുത്തിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ദിസ് ഈസ് എ ബെസ്റ്റ് ഓപ്ഷൻ. സോ അത് കഴിഞ്ഞിട്ടുള്ളൊരു ഫോട്ടോ ആണ്. ചെയ്ത് കഴിഞ്ഞിട്ട് എപ്പോഴും പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ദൂരേന്ന് ഫോട്ടോ എടുക്കാൻ പറ്റണം. ബിക്കോസ് ദൂരേന്ന് ഫോട്ടോ എടുക്കുമ്പോഴാണ് ശരിക്കും പറയാൻ വെച്ചാൽ ആ പെയിൻറ്റിങ്ങിൻ്റെ നമ്മൾ ശരിക്കും റിയലാന്ന് തോന്നുക. ശരിക്കും റിയൽ നമ്മൾ അവിടെ എത്തിയ പോലെ തോന്നും ശരിക്കും പറയാൻ വെച്ചാൽ. ആൻഡ് ദിസ് ബുക്ക് ഈസ് വെരി മച്ച് നല്ലൊരു ബുക്ക്. ടെക്സ്റ്ററും ആണേനും ഇത് ഞാൻ യൂണിവേഴ്സിറ്റി ഗ്രാജുവേഷന് വേണ്ടി UK പോയപ്പോൾ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റേഷനറി ഉണ്ടായിരുന്നു. സോ അവിടെ എന്താണെന്ന് വെച്ചാൽ നല്ല നല്ല ബുക്സ് നമുക്ക് കിട്ടുമല്ലോ, ഡ്രോയിങ്ങിൻ്റെ ബുക്സുകൾ. സോ ഐ ബോട്ട് ദിസ് ഫ്രം ദാറ്റ് university and it was very amazing. The book texture and the book quality is really good. അപ്പോൾ ശരിക്കും നമുക്ക് എന്ത് പെയിൻറ്റിങ്ങും നമുക്ക് അതിൽ ചെയ്യാം. ഞാൻ കുറച്ചധികം ചെയ്തിട്ടുണ്ട്.
ആൻഡ് ദിസ് ഇസ് ഹൗ ദ ഫൈനൽ ഒരു വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഞാനത് ഫിനിഷ് ചെയ്തു. ആ ഒരു പെയിൻറ്റിങ് ഞാൻ അങ്ങനെ ഫിനിഷ് ചെയ്തു. നമുക്ക് ഇനിയും ടച്ചപ്പ് ചെയ്യാം, ശരിക്കും പറയാൻ വെച്ചാൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. സോ ബട്ട് I hope you like this video. Until next time, thank you for joining me into this kutti painting video.